താങ്ക് യു അനുവച്ച. ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് തുല്യ പങ്കാളിത്തം നൽകി. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവിധ സ്വഭാവ സവിശേഷതകളുള്ള സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരിൽ ദൈവകൽപ്പനകൾ യഥാവിധി അനുസരിച്ച സ്ത്രീരത്നങ്ങളും അനുസരണം കുറഞ്ഞവരും ഒക്കെയുണ്ട്. തികച്ചും സാങ്കല്പികമായ ഒരു കഥാസന്ദർഭത്തിലൂടെ ബൈബിളിലെ പ്രശസ്തരായ ചിലരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ. ഒരു കല്യാണ വീട്ടിലെ തലേദിവസത്തെ ചടങ്ങിലെ അതിഥികളാണ് വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞവരെ, സെയിന്റ് മദർ തെരേസ ചർച്ച് സൗത്ത് എക്സ്റ്റൻഷൻ മാതൃവേദി അമ്മമാർ അണിയിച്ചൊരുക്കുന്ന ഒരു എളിയ കലാവിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നമ്മുടെ കർത്താവായ യേശുനാഥൻ തന്റെ ആദ്യ അത്ഭുതം പ്രകടമാക്കിയ കാനായിലെ കല്യാണ വിരുന്ന് നമുക്കിവർക്കും സുപരിചിതമാണല്ലോ. ആ കല്യാണ വീട്ടിൽ തലേദിവസം നടന്ന ആഘോഷ ചടങ്ങിൽ അതിഥികളായി ബൈബിളിൽ പരാമർശിക്കുന്ന പ്രശസ്തരായ കുറച്ച് സ്ത്രീജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു സങ്കല്പമാണ് നിങ്ങളുടെ മുൻപിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. തികച്ചും സാങ്കല്പികം മാത്രമായ ഈ കഥാസന്ദർഭം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഏവർക്കും കാനായിലെ കല്യാണ വീട്ടിലേക്ക് സ്വാഗതം. എന്തായി മർത്തേ, ഫുഡൊക്കെ റെഡിയായോ? ഗസ്റ്റുകളൊക്കെ വരാറായിന്നാ തോന്നുന്നത്. നിനക്കിങ്ങനെ വന്ന് ചോദിച്ചാൽ മതിയല്ലോ. എനിക്കൊരു കൈ സഹായത്തിന് നിനക്ക് അവിടെ നിന്നൂടെ മറിയേ? അതിനല്ലേ ഞാൻ നമ്മുടെ നാമാൻ അച്ചായനോട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് മിടുക്കിയായ ആ ബാലികയെ അസിസ്റ്റന്റ് ഷെഫായി വെച്ചിരിക്കുന്നത്. ആ, അവളെ ഉള്ളൂ എനിക്കൊരു ആശ്വാസത്തിന്. എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തോളും. മർത്തേ, ഒരു കാര്യം പറഞ്ഞില്ലെന്ന് വേണ്ട, ഇന്നത്തെ നമ്മുടെ ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചർ. കേട്ടോ കൊച്ചമ്മേ, പെണ്ണിന്റെ അമ്മ പറയുന്നത് കേട്ടു, ഇന്നിവിടെ പേര് കേട്ട ഒത്തിരി കൊച്ചമ്മമാരും റാണിമാരും ഒക്കെ വരുന്നുണ്ടെന്ന്. ആ, ഞാനും അങ്ങനെയാ കേട്ടത്. നാളെ യേശു വരുന്നുണ്ടെന്ന് പറഞ്ഞു. യേശുവിന്റെ അമ്മ ഇന്നിവിടുത്തെ മുഖ്യ അതിഥിയാ. യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും എന്നെ ഇവിടെ നോക്കണ്ട കേട്ടോ. ദേ, മണവാട്ടിയുടെ അമ്മ ഒരുങ്ങിയെത്തിയല്ലോ. ചടങ്ങുകൾ തുടങ്ങാറായെന്ന് തോന്നുന്നു. കൂടെ ഒരു സുന്ദരി പെൺകൊച്ചും വരുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും റെഡിയാണെന്നല്ലേ? നമ്മുടെ ചടങ്ങ് ഉടനെ തുടങ്ങാം. ക്ഷണിക്കപ്പെട്ടവരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ ഉടനെ എത്തുമെന്നാണ് അറിയിച്ചത്. മോളെ ഷാരോണെ, നീ എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ മാനേജ് ചെയ്ത് പോകണം കേട്ടോ. അതിഥികളെല്ലാം വെൽക്കം ചെയ്ത് എല്ലാവർക്കും പരിചയപ്പെടുത്തി ചടങ്ങ് വിജയകരമാക്കുക. ഓക്കെ ആന്റി, എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിച്ചോളാം. ഹായ് എവരിവൺ, ഐ ആം ഷാരൺ, വെൽക്കമിങ് യു ഓൾ to this great wonderful evening. Let's get ready to enjoy and make this evening most memorable. മണവാട്ടിയെ ആനയിക്കുന്നതിന് മുമ്പ് നമ്മുടെ സൽക്കാര്യ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നേതൃത്വം നൽകുന്നവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഇന്നിവിടെ സ്വാദിഷ്ടമായ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ ഫേമസ് ആയ മർത്ത മറിയം കേറ്ററിംഗ് ഗ്രൂപ്പാണ്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മർത്ത ആൻഡ് മറിയം. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാരാണ് മർത്തയും മറിയവും. യേശുവിന്റെ പാദാന്തികത്തിലിരുന്ന് മറിയം എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്തിരുന്നു. പലതിനെക്കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങി വിഷമിച്ചിരുന്ന മർത്തായിക്ക് യേശുവിന്റെ സന്ദർശനം
ഒത്തിരി ആശ്വാസകരമായിരുന്നു. മർത്തയുടെ അതിഥി സൽക്കാരം ഏറെ പ്രശസ്തമാണ്. വളരെ സഹായ മനസ്ഥിതിയുള്ള ഒരു ബാലികയാണ് ഇവരുടെ കൂടെ സഹായത്തിനുള്ളത്. സിറിയയിൽ ഏലീശ പ്രവാചകന്റെ കാലത്ത് സൈന്യാധിപനായിരുന്ന നാമാന്റെ വീട്ടിൽ വേലക്കാരിയാകാൻ വിധിക്കപ്പെട്ട ഇസ്രയേലി ബാലികയാണിവൾ. നാമാന് കുഷ്ഠരോഗം പിടിപെട്ടപ്പോൾ അവനോട് താൻ വിശ്വസിച്ചിരുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിന് ചെയ്യാനാവുന്ന മഹത് കാര്യങ്ങളെക്കുറിച്ചും സധൈര്യം പ്രഘോഷിച്ച് രോഗശാന്തിയും അങ്ങനെ സത്യദൈവത്തിലുള്ള വിശ്വാസവും നേടിക്കൊടുത്ത് സഹായിച്ച ബാലിക. വാം വെൽക്കം ടു മർത്ത മറിയം ടീം. നമ്മുടെ ഇന്നത്തെ ഓർക്കസ്ട്ര പ്രശസ്തരായ മിറിയാം വോയിസസ് ആണ്. ലെറ്റ്സ് വെൽക്കം അവർ വണ്ടർഫുൾ ബ്ലെസ്സഡ് സിംഗേഴ്സ് മിറിയാം ആൻഡ് ടീം. ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിക്കാൻ സഹോദരൻ മോശയോടും അഹ്റോനോടും ഒപ്പം നിന്ന ധീര വനിത മിറിയാം. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന് നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ സന്തോഷാധിക്യത്താൽ ദൈവത്തെ സ്തുതിച്ച് തപ്പുകൊട്ടി മിറിയാം പാടി. സ്ത്രീകൾ എല്ലാവരും തപ്പുകളും നൃത്ത ചുവടുകളുമായി അവളെ അനുഗമിച്ച് ദൈവത്തെ സ്തുതിച്ചു. ഹാർട്ടി വെൽക്കം മിറിയം ആൻഡ് ടീം. താങ്ക് യു. എൻ്റെ ഫുൾ ടീം എത്തിച്ചേർന്നിട്ടുണ്ട്. മീറ്റ് മൈ ഗ്രേറ്റ് ടാലന്റഡ് പോപ്പ് സിംഗർ. നിങ്ങൾ ഏവരും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ പാടാം, ശ്രദ്ധിക്കാം കേട്ടോ. മണവാട്ടിയും അവളുടെ ചോയ്സസ് പറഞ്ഞിട്ടുണ്ട്. Okay then, let me check the mic and the arrangement. ഇനി നമുക്ക് വധുവിന്റെയും കൂട്ടരുടെയും കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന സുന്ദരിയായ ലുദിയെ സ്വാഗതം ചെയ്യാം. ആഡംബര വസ്ത്രങ്ങളുടെ കച്ചവടം നടത്തുന്ന ഒരു നല്ല തൊഴിലുണ്ടായിരുന്ന ലുദിയ ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചപ്പോൾ തന്റെ കച്ചവടങ്ങളും സമ്പാദ്യങ്ങളും ഒക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറായ ദൈവഭക്തിയായ സ്ത്രീരത്നമാണ്. മാതൃകായോഗ്യമായ ജീവിതം നയിച്ച അവൾ ഭൗതിക ചിന്തകൾ വെടിഞ്ഞ് ആത്മീയ കാര്യങ്ങൾക്കായി സമയം മാറ്റിവെച്ചു. ഫിലിപ്പി സന്ദർശിച്ച ക്രിസ്തീയ മിഷണറിമാരെ അവൾ തന്റെ വീട്ടിൽ സ്വീകരിച്ച് ആദരിച്ചു. ഹാർട്ടി വെൽക്കം ലുദിയ. വളരെ സന്തോഷം. എൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ഇഷ്ടമായോ എന്ന് അറിയിക്കണേ. മണവാട്ടിക്ക് ഏറെ ഇഷ്ടമായെന്ന് അവൾ പറഞ്ഞു. ഇവിടെ കാനായിലും ഞങ്ങളുടെ ഒരു പുതിയ ഷോറൂം ഉടനെ ഞങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഏവർക്കും സ്വാഗതം. യേശു വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. യേശു വരുമോ? എങ്കിൽ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ തരണേ. ഞാനും 2-3 ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് മേടിച്ചോളാം. എനിക്ക് യേശുവിനെ ഒന്ന് കണ്ടാ മതി. അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അറിയിച്ചേക്കാം. ഇനി ഇതാ നമ്മുടെ മണവാട്ടി വരികയായി. ലെറ്റ്സ് വെൽക്കം a pretty elegant princess with her bridesmaids. സുദിനത്തിൽ നിൻ കൃപ ചൊരിയണമേ.
മണവാട്ടി പെണ്ണേ നിന്റെ മണവാളൻ വരുമേ നീ മണിമാരൻ യേശുവെ നോക്കിയൊരുങ്ങീരെ പാടോ ചേലൊത്ത മേനിലാകെ പരിമള തൈലം പൂശി മണിമധുര തേൻമൊഴിയാളെയൊരുങ്ങീരെ പാടോ നീ മാരനോടൊപ്പം മണിയറക്കുക കരുതീരെ പാടോ മണവാട്ടി പെണ്ണേ നിന്റെ മണവാളൻ വരുമേ നീ മണിമാരൻ യേശുവെ നോക്കിയൊരുങ്ങീരെ പാടോ ചേലൊത്ത മേനിലാകെ പരിമള തൈലം പൂശി മണിമധുര തേൻമൊഴിയാളെയൊരുങ്ങീരെ പാടോ നീ മാരനോടൊപ്പം മണിയറക്കുക കരുതീരെ പാടോ അനുവാദമോടെ ഞങ്ങൾ തിരുസഭയാം സുന്ദരിയെ ആഹ്ലാദമോടെ ഞങ്ങൾ കൊണ്ടുപോയിടുന്നു അനുവാദമോടെ ഞങ്ങൾ തിരുസഭയാം സുന്ദരിയെ ആഹ്ലാദമോടെ ഞങ്ങൾ കൊണ്ടുപോയിടുന്നു മോളുടെ ഡ്രസ്സ് വളരെ ഭംഗിയായിട്ടുണ്ട്. കളർ സെലക്ഷനും സൂപ്പർ. ആ എല്ലാം മോളുടെ ഇഷ്ടത്തിന് ലുദിയ ഫാഷൻസിൽ നിന്ന് വാങ്ങിയതാ. മോളെ, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. കല്യാണ പെണ്ണിന് മധുരം നൽകിയെന്ന ചടങ്ങിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലെറ്റ്സ് പ്രേ ടുഗദർ ഫോർ അവർ ലോർഡ്സ് ബ്ലെസ്സിങ്സ്. ഇനി നമുക്ക് പെണ്ണിന് മധുരം കൊടുത്താലോ? പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. കേട്ടില്ല. പെണ്ണിന് മധുരം കൊടുക്കട്ടെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന ഈ മകൾക്ക് പ്രാർത്ഥനകളും ആശംസകളും നേരുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതികൾ ഏവരെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം വളരെ ദൂരത്തു നിന്ന് ഒത്തുകൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ അസുലഭ നിമിഷത്തിൽ നമുക്കൊന്ന് പരിചയം പുതുക്കിയാലോ? പ്രത്യേകിച്ചും നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് വേണ്ടി. Now, let's start. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ, വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പരിപൂർണ വിശ്വാസമർപ്പിച്ച്
അവർ കാത്തിരുന്നു ഒരു സന്തതിക്ക് വേണ്ടി. മക്കളില്ലാതിരുന്ന അവർക്ക് ഇസ്ഹാക്ക് എന്ന മകനെ നൽകിയത് സാറായിക്ക് 90 അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴായിരുന്നു. പിന്നീട് അവരുടെ വിശ്വാസം പരീക്ഷിക്കാൻ ആ ഏകമകനെ ബലിയായി ദൈവം ആവശ്യപ്പെട്ടപ്പോഴും വ്യതിചലിക്കാത്ത അനുസരണവും വിശ്വാസവും അവർക്ക് ഏറെ ദൈവപ്രീതി നേടിക്കൊടുത്തു. മോളെ, നിന്നെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കൂ. റബേക്ക, അബ്രഹാം സാറ ദമ്പതികളുടെ പുത്രനായ ഇസഹാക്കിന്റെ ഭാര്യയായ റബേക്ക. അടിയുറച്ച ദൈവവിശ്വാസത്തിൽ വളർന്ന റബേക്ക എളിമയുള്ളവളും കഠിനാധ്വാനിയും അതിഥിപ്രിയയുമാണ്. നല്ല ഭാര്യയും സത്യദൈവത്തിന്റെ ആരാധികയുമായിരിക്കാൻ ആ സദ്ഗുണങ്ങൾ അവളെ സഹായിച്ചു. നല്ലവനായ ദൈവം മോളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ദെബോറ. ഇസ്രായേലിൽ യഹോവയുടെ ഒരു പ്രവാചകയും ഏക ന്യായാധിപയുമായിരുന്ന ദെബോറ ആത്മത്യാഗത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും നല്ല മാതൃകയാണ്. ദൈവത്തിൻ്റെ മുന്നിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. കാനാന്യർക്കെതിരായ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തെ നയിക്കാൻ ബാരാക്കിനൊപ്പം ധൈര്യപൂർവ്വം ഇറങ്ങിത്തിരിച്ച് അവൾ വിജയിക്കുന്നു. ദൈവം കൊടുത്ത ഉജ്ജ്വല വിജയത്തിൽ ദൈവത്തെ സ്തുതിച്ച് ഗാനങ്ങൾ ആലപിച്ച ദെബോറ എല്ലാവർക്കും നല്ല മാതൃകയാണ്. മോളെ, എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ ഹിതം ആരായുക. ഇനി അടുത്തതായി വരുന്നത് ആന്റി, അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ആ, നമ്മുടെ ഹൗവാമിച്ചിയാ. ആന്നേ, ഞാൻ തന്നെയാണേ. രാത്രി മടുത്തു പോയോ? ആപ്പിൾ ജ്യൂസ് എടുക്കട്ടെ ക്ഷീണം മാറാൻ? എന്റെ പൊന്നു മോളെ, ഒന്നും വേണ്ട. എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ. അന്നത്തെ പിന്നെ ഞാനിപ്പോൾ ഫ്രൂട്ട്സും ജ്യൂസും ഒന്നും കഴിക്കാറില്ല. സാരമില്ലെന്നേ, തെറ്റ് എല്ലാവർക്കും പറ്റും. നമ്മുടെ ദൈവം ക്ഷമിക്കും. ആ തെറ്റിന്റെ ഫലമാ ഞങ്ങളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൗവ, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം സൃഷ്ടിച്ച ആദ്യ സ്ത്രീ. ദൈവത്തോടൊപ്പം പർദീസായിൽ സർവ്വ ഐശ്വര്യങ്ങളും പൂർണ്ണ സ്വാതന്ത്ര്യവും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ആദവും ഹൗവയും ഒരു നാൾ സൃഷ്ടാവിൻ്റെ ഭരണത്തെ തിരസ്കരിച്ചു. ദൈവത്തിൻ്റെ വ്യക്തമായ കൽപ്പനയ്ക്ക് വിരുദ്ധമായി തനിക്ക് അവകാശമില്ലാതിരുന്ന ഒരു കാര്യം നേടാനായി ഹൗവ ശക്തമായ ആഗ്രഹം വളർത്തിയെടുത്ത് തിന്മ ചെയ്തു. മാനവരാശി മുഴുവൻ്റെയും പാപത്തിനും മരണത്തിനും അത് കാരണമായി. എങ്കിലും കരുണാമയനായ ദൈവം മനുഷ്യർക്ക് പർദീസ വീണ്ടെടുക്കാൻ രക്ഷകനെ വാഗ്ദാനം ചെയ്തു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഹൗവ പിന്നീട് രക്ഷകനായുള്ള കാത്തിരിപ്പിലായിരുന്നു. മോളെ, ദൈവകൽപ്പനകൾ എപ്പോഴും അനുസരിക്കുന്നവളായിരിക്കുക. ഇതാരാ വരുന്നതെന്ന് നോക്കിക്കേ. നമ്മുടെ ബെസ്റ്റ് അമ്മായിയമ്മയും മരുമോളും. രണ്ടുപേരും നല്ല സുന്ദരികളായിരിക്കുന്നല്ലോ. ആ, അതൊക്കെ എൻ്റെ മരുമോളുടെ പരിചരണം കൊണ്ടാണെന്നേ. അവൾ എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. റൂത്തും നവോമിയും. യഹോവയോടും തന്റെ അമ്മായിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദദേശത്തെത്തിയ മൊവാബ് സ്ത്രീയാണ് റൂത്ത്. തന്റെ കഠിനാധ്വാനവും ദൈവഭക്തിയും
വിശ്വാസവും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നമാണ്. തന്റെ ഭർത്താവിന്റെ മരണശേഷം അമ്മായിയമ്മയോടൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്ത അവൾ മരുമക്കൾക്കെല്ലാം ഉത്തമ മാതൃകയാണ്. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെയും ദൈവം, നീ മരിച്ച് അടക്കപ്പെടുന്നിടത്ത് ഞാനും എന്നതായിരുന്നു റൂത്തിന്റെ നിലപാട്. നിന്റെ ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും സ്നേഹാദരം കൊണ്ട് ശുശ്രൂഷിച്ച് നല്ല കുടുംബിനിയായിരിക്കാൻ ആശംസിക്കുന്നു. ഹന്ന, ഇസ്രായേൽ ജനത്തിൻ്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായിരുന്ന സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ശ്രേഷ്ഠ സ്ത്രീരത്നം. അതീവ ദുഷ്കരമായിരുന്ന സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ യഹോവയിലുള്ള വിശ്വാസം ഹന്നായെ സഹായിച്ചു. ആ അമ്മയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവത്തോടുള്ള ഭക്തിയും നാം മാതൃകയാക്കേണ്ടതാണ്. ദൈവം മോളെ സമത്വമായി അനുഗ്രഹിക്കട്ടെ. സഫീറയല്ലേ വരുന്നത്? വാ, കേറുവാ മോളെ സഫീറ. സഫീറ ജെറുസലേമിലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു സഫീറയും ഭർത്താവ് അനന്യാസും. ഒരു ഹൃദയവും ഒരാത്മാവുമായി കഴിഞ്ഞിരുന്ന ആ സമൂഹം തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ഇല്ലാത്തവരുമായി പങ്കുവച്ചു കഴിഞ്ഞവരാണ്. എന്നാൽ ഈ ദമ്പതികൾ തങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ കള്ളം പറഞ്ഞ് ദൈവത്തിന്റെ അപ്രീതിക്ക് കാരണമായി. അങ്ങനെ ഒടുവിൽ മോളുടെ കല്യാണമൊക്കെ ശരിയായില്ലേ? ഞാനും അനന്യാസ് അച്ചായനും എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ചെറുക്കിന് ജോലിയും കൂലിയും വല്ലതൊക്കെ ഉണ്ടോ? വല്ല ഇംഗ്ലീഷൊക്കെ പഠിച്ച് എങ്ങോട്ടെങ്കിലും പോവാൻ പറ. ജീവിക്കണ്ടേ? പിന്നെ അവർക്ക് എത്ര കൊടുക്കണം? അവർ എന്നാ ചോദിച്ചു? ഗിഫ്റ്റായിട്ട് വല്ലതുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അവർ ഒന്നും ചോദിച്ചില്ല, കൊച്ചിനെ മാത്രമേ ചോദിച്ചുള്ളൂ. അത് നമ്മളങ്ങ് കൊടുക്കണം. നന്നായിട്ടൊക്കെ ജീവിച്ചു കണ്ടാ മതി. എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു, എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു. ഇവിടെ എല്ലാം റെഡിയാണല്ലോ അല്ലേ? റാണിക്കുള്ള ഇരിപ്പിടമൊക്കെ എവിടെയാണ്? ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞ് ഉടനെ തന്നെ രാജ്ഞിക്ക് അടുത്ത അപ്പോയിന്റ്മെന്റ് ഉള്ളതാണ്. വേഗമാകട്ടെ, വേഗമാകട്ടെ. എസ്തേർ തൻ്റെ രാജ്ഞിപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും മതിമറന്ന് ആഹ്ലാദിക്കാതെ ദൈവഭക്തിയിൽ ജീവിച്ച എസ്തേർ തൻ്റെ ജീവൻ നഷ്ടമാകാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിൻ്റെ മോചനത്തിനായി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട അവർ പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീയാണ്. ഹലോ, ഇവിടെ എത്തിയോ? ഹെൽപ്പ് വേണമല്ലേ? ശരി ശരി, ഇപ്പോൾ സെറ്റാക്കാം കേട്ടോ. മറിയേ, ബാലികേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു അത്യാവശ്യ കാര്യമുണ്ട്. നമ്മുടെ മിസ്സിസ് ലോത്ത് എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയവരൊന്ന് ഹെൽപ്പ് ചെയ്യണം. വേഗം ചെന്ന് കൂട്ടിക്കൊണ്ടു വാ. എന്നാ പറയാനാ ആ കൊച്ചിന്റെ കാര്യം? വല്ലാത്ത കഷ്ടം തന്നെ. കല്യാണത്തിന് ക്ഷണിച്ചപ്പോൾ വരുന്ന കാര്യം സംശയമാണ് പറഞ്ഞത്. എന്തായാലും വന്നല്ലോ, സന്തോഷമായി. കഴിക്കാനൊക്കെ പറ്റുമോ ആവോ? മിസ്സിസ് ലോത്ത് സോദോമിനെയും സമീപ നഗരങ്ങളെയും അവരുടെ അധാർമികത കാരണം നശിപ്പിച്ചു കളയാൻ ദൈവം തീരുമാനിച്ചപ്പോൾ
നീതിമാനായ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഉദ്ദേശിച്ച് 2 ദൂതന്മാരെ ദൈവം അയച്ചു. ആ പ്രദേശം വിട്ടുപോകുവാനും തിരിഞ്ഞു നോക്കരുതെന്നും ദൂതന്മാർ പറഞ്ഞുവെങ്കിലും ലോത്തിന്റെ ഭാര്യ പുറകോട്ട് തിരിഞ്ഞു നോക്കി. തൽഫലമായി ഉപ്പുതൂണായി തീർന്നു. സോദരി, എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ആ, ഇതിൽ കൂടുതൽ എന്തോ സുഖമാ. എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരിമാരായിട്ടുണ്ടല്ലോ. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? എന്തു പറയാനാ. ഇനി ഉപ്പിന്റെ ക്ഷാമമൊന്നും വരില്ല. ആവശ്യമുള്ളപ്പോൾ പോയി കുറേശ്ശെ ചുരണ്ടി എടുത്താൽ മതി. കൊച്ചേ, ദേ പുറകിലോട്ട് മുന്നിലൊരു സ്ട്രോ ഉണ്ട്. അത് ഗ്ലാസ്സിലിട്ട് എൻ്റെ വായിലോട്ടൊന്ന് വെച്ചുതാ. ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. സൂസന്ന. മോശയുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചു പോകുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച സൂസന്ന അതിസുന്ദരിയും ദൈവഭക്തി നിറഞ്ഞവളുമായിരുന്നു. സദ്ഗുണസമ്പന്നയായി വളർന്ന അവൾ യോവാക്കമിന്റെ ഭാര്യയായിരിക്കെ ദ്രോഹികളായ ചിലർ അപമാനിക്കാൻ ശ്രമം നടത്തി പരാജയപ്പെടുന്നു. ദുഷ്ടന്മാരായ ആ 2 തന്ത്രജ്ഞർ തെറ്റായ ആരോപണം നടത്തി അവളെ വധശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ ദൈവത്തോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ച സൂസനയെ രക്ഷിക്കാൻ ദാനിയേലിനെ അയച്ച് നല്ലവനായ ദൈവം നീതി നടത്തി കൊടുത്തു. പ്രതിസന്ധികളിൽ ധൈര്യം കൈവിടാതെ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ വിജയിക്കും. ഇതാ നമ്മളേവരും ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഈശോയുടെ അമ്മ മേരി മാതാവും ഇളയമ്മയായ എലിസബത്തും എത്തിക്കഴിഞ്ഞു. നമുക്ക് എഴുന്നേറ്റ് അവരെ സ്വാഗതം ചെയ്യാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ എത്തിയ സ്നാപക യോഹന്നാന് ജന്മമേകിയ എലിസബത്ത് ദൈവസന്നിധിയിൽ നീതി നിറഞ്ഞവളും ദൈവകൽപ്പനകൾ കുറ്റമറ്റവിധം അനുസരിക്കുന്നവളുമായിരുന്നു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത മറിയം, ത്യാഗത്തിൻ്റെ നിറകുടമായ അമ്മ, നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട പരിശുദ്ധ മേരി അമ്മ, യേശുവിന്റെ അമ്മ വന്നത് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. ഞങ്ങൾ വളരെ ഭാഗ്യമുള്ളവരാ. യേശുവും ശിശുമാർ നാളെ എത്തൂലോ അല്ലേ? തീർച്ചയായും യേശു നാളെ എത്തും. തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എന്തായാലും എത്തുമെന്ന് അറിയിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നാളെ വിവാഹിതയാൻ പോകുന്ന ഈ കുഞ്ഞിന് പ്രാർത്ഥനകളും ആശംസകളും നൽകാനാണല്ലോ.
നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും സന്ദേശങ്ങൾ ഈ അവസരത്തിൽ കൊടുക്കാവുന്നതാണ്. കുറഞ്ഞ വാക്കുകളിൽ ഒതുക്കാം. എന്നാൽ ഞാൻ തന്നെ തുടങ്ങട്ടെ. എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും പറയാനുള്ളത് ഇതാണ്. എൻ്റെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട ദൈവം എനിക്ക് സാമുവേൽ മകനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ആഗ്രഹം പോലെ ആ മകൻ ദൈവകാര്യങ്ങൾക്കായി ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ സന്തോഷവതിയാണ്. അതുപോലെ മോളെ, നീയും നിന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥന നിരതയായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതാരാ? ഇവിടെ ഞാൻ മിസ്സിസ് ലോത്ത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നെപ്പോലെ ഒരിക്കലും ആകരുത് കേട്ടോ. ദൈവം പറയുന്നത് അനുസരിക്കാതിരിക്കുന്നവർക്ക് എൻ്റെ ജീവിതം ഒരു പാഠമായിരിക്കട്ടെ. നവോമി എന്താ പറയുന്നത്? പറഞ്ഞോളൂ. മോളെ, നീ കയറി ചെല്ലുന്ന കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിന്റെ മാതാപിതാക്കളെ വേണ്ട വിധം സ്നേഹിച്ച് സത്യദൈവത്തെ ആരാധിച്ച് സന്തോഷമായി കഴിയുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. എൻ്റെയും കുടുംബത്തിൻ്റെയും ആശംസകൾ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും എൻ്റെ സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകുന്ന വധുവിന് എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും അറിയിക്കുന്നു. ഒരു സാധാരണക്കാരിയായിരുന്ന എന്നെ എൻ്റെ ദൈവം എൻ്റെ ജനത്തിനും രാജ്യത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി നിയോഗിച്ചതുപോലെ കുഞ്ഞെ, നീ നിന്റെ കുടുംബത്തിനും സഭയ്ക്കും രാജ്യത്തിനും ഒരു അനുഗ്രഹമായി തീരാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. യേശുവിന്റെ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത് മോളോട്? നമ്മുടെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം അവിടുന്ന് തന്നുകൊള്ളും. യേശുവിന്റെ അനുഗ്രഹം മോൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി ആരുമില്ലല്ലോ. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. കുഞ്ഞിന് നല്ല ഉപദേശം നൽകി അനുഗ്രഹിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നാളത്തെ വിവാഹ ചടങ്ങിന് എല്ലാവരും നേരത്തെ എത്തിച്ചേരണം. ചടങ്ങ് വളരെ ഭംഗിയാക്കണം. Let's start our celebrations. Warm welcome to our great dancers. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞു ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം മണിച്ചേലോലും മോലേഞ്ഞാലി. ഇനി കാത്തുമ്പി പെണ്ണാൾക്ക് താലിയും കൊണ്ടേ വായു. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം.
എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ, എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ, തൂമുത്താരം ചാത്താൻ വാ ചെന്താമരേ, ഇനി രാവിലൂരാകെ ആരേകി പൂരക്കാരൻ. മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. നാണം കുഞ്ഞുഞ്ഞാലാട്ടും നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമേളം. കാനായിലെ കല്യാണ പെണ്ണ് തൻ്റെ കാന്തനെ കാത്തിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാന്തനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. കല്യാണ പെണ്ണ് അതീവ സുന്ദരിയായി ഒരുങ്ങിയിരിക്കുന്നത് പോലെ ആത്മാവിൻ്റെ ഫലങ്ങളാൽ നാമും നമ്മളെ തന്നെ അലങ്കരിച്ചൊരുങ്ങിയിട്ടുണ്ടോ? ഈ കല്യാണ വീട്ടിലെത്തിയ ഓരോ സ്ത്രീ കഥാപാത്രങ്ങളും നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അവരുടെ ജീവിതം ഒരു സന്ദേശമാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കാത്ത ഹവ്വയെയും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെയുമല്ല, ലോകമോഹങ്ങളിൽ വീണുപോയ സഫീറയെപ്പോലെയുമല്ല, ഹന്നയെപ്പോലെ പ്രാർത്ഥനാ നിരതയായി, നവോമി റൂത്തിനെ പോലെ ഐക്യവും സ്നേഹവുമുള്ളവരായി, എസ്തേറിനെ പോലെയും സൂസനയെ പോലെയും ഏതു സാഹചര്യത്തിലും സന്ദർഭത്തിലും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരായി ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവിനായി കാത്തിരിക്കാം. ഗായക സംഘത്തോടൊപ്പം നമുക്കും പാടാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ആബപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ഒരു ഗ്രൂപ്പ് ഫോട്ടോ കൂടി ആയാലോ? Thank you very much for your presence. May the Lord bless you all. Good night.
Now, we'll briefly announce the characters and the participants who have played the role. Sarah Celine Soni, Rebecca Jenna Johnson, Deborah Lovely Benny, Hannah Binny Johnny, Ruth Danny Sunil, Naomi Suzamma Joseph, Hawa Valsamma Sibi, Queen Esther Shiny Mole Abraham, Maid of Queen Esther Mary Kutti Sajai, Susanna Mini Sabu, Mrs. Loth Shiji Shibu, Mother Mary M.N. Syriac, Elizabeth Lizzie Matthew, Ludia Jessie Lawrence, Balika Lindsay Vincent, Martha Smita Joji, Mariam Alfonso George, Manavati Jinsi Kuriakos, Manavatiode Amma Lissy Saju, Miriam Jomul Sunny, Safira Shaila Shaji, and anchor Salina Samuel. Orchestra team Jenny Anthony, Shobha Joshi and Rani Tambi. Opna team Raji Sivichan, Nishi Paul, Teresa Tommy, Merikuti George, Jancy Joseph and Lissy Shajan. Dancers Meera John, Sindhu Soji, Lissy Soni, Leena Tommy, Annie Joji, Mini Santosh, Lissy Chako and Shiji Ben.